ഹലോ ഗൈസ്, ബാംഗ്ലൂർ തിരക്ക് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലാതെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബൈക്ക് ബുക്ക് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കയറ്റി വിട്ട് എൻ്റെ പേടൊക്കെ വെക്കാനായിട്ട്. ഇവിടെ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് പേർക്കും ഹെൽമെറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ അങ്ങനെ ഡ്രൈവർ ചേട്ടൻ നിന്ന് ഫെറാരിയുടെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ നേരെ ബൈക്കിൽ പുറകെ കയറി. ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ കുറിച്ച് അറിയാത്തവരുടെ കണ്ടു നോക്കും. എത്ര സിമ്പിളായിട്ടാണ് മച്ചാൻ ഒറ്റയടിക്കുക ട്രാഫിക് ജാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയത് നോക്കി. ഇത് കണ്ട് നിങ്ങളാരും ബാംഗ്ലൂരിൽ നിന്ന് അനുകരിക്കരുത്. ഇത് പണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ 500 രൂപ പെറ്റി പോയതാണ്. പെട്രോൾ പമ്പ് ഭയ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്ത് കഴിയുമ്പോൾ പെട്രോൾ ഒഴിക്കണല്ലോ. അപ്പോൾ പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് ഗൂഗിൾ മാപ്പിൽ തപ്പിക്കളിച്ചിട്ട് പറഞ്ഞു, മോനെ പെട്രോൾ പമ്പൊന്നും ഇല്ലടാ. പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി കുപ്പിയും പൊക്കി പിടിച്ചിട്ട് പെട്രോൾ പമ്പിലേക്ക് നടക്കാൻ തുടങ്ങി. ഗൂഗിൾ മാപ്പ് ചതിച്ചു, ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല. ഇനി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് ചോദിക്കാം പെട്രോൾ കിട്ടുമെന്ന്. അങ്ങനെ സ്റ്റേഷൻ്റെ അകത്തുള്ള പാഴ്സൽ ഓഫീസിൽ എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവിടെ കിട്ടും പെട്രോൾ, പാക്കിംഗ് ഓഫീസിൽ ചെന്നാൽ മതി. അപ്പോൾ ഞാൻ നേരെ ആ പാക്ക് ചെയ്യുന്നവരോട് ചെന്നിട്ട് 120 രൂപ എടുത്തിട്ട് 1 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചു. ഇനിയാണ് ടാസ്ക്. ആ റെസിപ്റ്റും പൊക്കി പിടിച്ച് നമ്മൾ പോയിട്ട് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ വണ്ടിയും ഞാൻ പോയിട്ട് നോക്കി. അതിലെങ്ങും എൻ്റെ വണ്ടിയില്ല. എന്തിന് പുറത്ത് വരെ ഞാൻ പോയി നോക്കി, അവിടെയും എൻ്റെ വണ്ടിയില്ല. അവിടെയുള്ളവർ നടന്ന് തപ്പി, എന്നിട്ടും എനിക്ക് എൻ്റെ വണ്ടി കിട്ടിയില്ല. മോനെ നീ ഇവിടെ ഇരിക്കൂ, ഞങ്ങളൊന്ന് പോയി തപ്പട്ടെ എന്ന് പറഞ്ഞ അവന്മാർ വേറെ എങ്ങോട്ടോ പോയി. ആ ഗ്യാപ്പിൽ ഞാൻ മജസ്റ്റിക് അടക്കി വരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ അജിത്തിനെ ഞാൻ വിളിച്ചു. വണ്ടി കിട്ടി. അണ്ണം വന്ന് ഇടപെട്ട പാടെ അവന്മാർ പോയി പ്ലാറ്റ്ഫോമിൽ നിന്ന് എൻ്റെ വണ്ടി തപ്പി പിടിച്ചെടുത്തോണ്ട് വന്നു. അത് കഴിഞ്ഞ് റെസിപ്റ്റ് കൊണ്ട് കൊടുത്ത് പാസ് മേടിക്കുന്നപ്പോഴാണ് അവർ പറയുന്നത് ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. പിന്നെ അടുത്തുള്ള ഒരു സെറോക്സ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അതിൻ്റെ ഓരോ കോപ്പി എടുത്ത് നേരെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഗേറ്റ് പാസ് വാങ്ങിച്ചു. അങ്ങനെ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് അഴിച്ച് സെറ്റ് ചെയ്ത് ഇവന്മാർ തിരിച്ചു തന്നു. അജിത്തണ്ണൻ ഇല്ലായിരുന്നെങ്കിലോ കിലോ പിന്നെ ഓടിപ്പോയി മറന്നു വെച്ച പെട്രോൾ കുപ്പി എടുത്തുകൊണ്ട് വന്ന് നേരെ വണ്ടിയിൽ ഫില്ല് ചെയ്തു. അങ്ങനെ വണ്ടി കിട്ടി സന്തോഷിച്ച് ഞങ്ങൾ 2 ചാടി കയറി. പെട്രോൾ പറ്റിച്ച് വെച്ചോണ്ടായിരിക്കണം സ്റ്റാർട്ടായില്ല. അജിത്ത് മാറി മാറി അടിക്കണ്ടായിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല. ഞാൻ വന്ന് 2 അടിയും കൊടുത്തു. സംഭവം കിട്ടിക്കിടാൻ സ്റ്റാർട്ടായി. പിന്നെ 2ാമത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ നോക്കി നേരെ ചാടി കയറി ഞങ്ങൾ 2 സ്ഥലം വിട്ടു. അപ്പോൾ ബാംഗ്ലൂരിലെ കൂടുതൽ വിശേഷങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. വീണ്ടും കാണുന്നവരെ ബൈ.